കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് മാത്രം ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ചില നേതാക്കളും മാധ്യമങ്ങളും. മാങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസിനെ മൂക്കിൽ കയറ്റാമെന്ന് കരുതിക്കൊണ്ട് പൊടിപ്പും തൊങ്ങലും ആവോളം ചേർത്തുകൊണ്ട് വാർത്തകൾ പടച്ചുവിടുന്നു. അതുകണ്ട് ഇല്ലാത്ത പരാതിയിന്മേൽ കേസെടുക്കുന്നു, ക്രൈംബ്രാഞ്ച് വരുന്നു, FIR ഇടുന്നു, അന്വേഷണത്തെ ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കുന്നു. എന്തൊക്കെ പുകലുകൾ! എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ 2 വർഷം മുൻപ് തല്ലിച്ചതച്ച് ചെവി പോലും കേൾക്കാൻ പറ്റാത്ത തരത്തിൽ മർദ്ദിച്ചവശനാക്കിയതിനെതിരെ കാക്കിക്കുള്ളിലെ കാട്ടാളന്മാർക്കെതിരെ ഈ പറയുന്ന പോലീസ് മിണ്ടാതിരിക്കുന്നത് പതുക്കെ പറയുകയാണ് ചിലർ. യാതൊരു നടപടിയുമില്ല. സ്ഥലം മാറ്റിയെന്നോ മറ്റോ കേൾക്കുന്നു എന്നല്ലാതെ ശമ്പളം വാങ്ങി ഇന്നും ഇക്കൂട്ടർ പണിയെടുക്കുന്നുണ്ട്. ഇവിടെയാണ് മനോരമ പത്രം കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത കൊടുക്കുന്നത്. മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചിട്ടും മൗനം. നാഥനില്ലാതെ യൂത്ത് കോൺഗ്രസ്, നേതൃത്വമാറ്റം വൈകുന്നു, പ്രതിഷേധം മങ്ങുന്നു. ഇത്തരമൊരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് മനോരമ പറഞ്ഞു വെക്കുന്നത് യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്തത് കൊണ്ട് സുജിത്തിനെ ആക്രമിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അവർ ന്യായീകരിച്ച് വിശദീകരിച്ച് വ്യവഹരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അബിൻ വർക്കിയും VS ജോയിയും ചാണ്ടി ഉമ്മനുമൊക്കെ തങ്ങളുടെ പ്രതിഷേധത്തെ നടു റോട്ടിലിറങ്ങി കാണിച്ചു കൊടുത്തത്. അല്ലാതെ മാങ്കൂട്ടമില്ല എന്ന് കരുതി കോൺഗ്രസ് ഇല്ലാതെയാവുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ഇന്ന് വരെ കനത്ത തരത്തിൽ കോൺഗ്രസ് അവരുടെ ഫ്രെയിം വരെ പൊളിച്ചുകൊണ്ട് കനത്ത പ്രതിഷേധം തന്നെ നടത്തുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കളം നിറഞ്ഞാടുന്ന ഒരു നേതാവായി VS ജോയ് മാറിയിട്ടുണ്ട്. അവിടെ അബിൻ വർക്കി കൂടി വന്നു ചേർന്നുകൊണ്ട് ഇരുവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ അടക്കം മാർച്ച് അഴിച്ചുവിട്ടത്. എന്നാൽ മനോരമ ഇതൊന്നും കാണാനിടയായില്ല എന്ന് തോന്നുന്നു. എന്തിന്, കഴിഞ്ഞ ദിവസം തിരുവോണ ദിനമായിട്ട് പോലും കൊലച്ചോർ സമരവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് DIG ഓഫീസിൽ മാർച്ച് നടത്തിയത്. ഇന്നിപ്പോൾ അവിട്ടമായിട്ട് കണ്ണും മൂക്കുമില്ലാതെ ആക്രമിച്ച പോലീസുകാരന്റെ വീട് വരെ വലയുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇവരോടൊപ്പം നാട്ടുകാർ കൂടി ചേരുമ്പോൾ പിണറായിക്കും കൂട്ടർക്കും കാര്യങ്ങൾ അവരുടെ കൈപ്പിടിയിൽ നിന്ന് പോകുമെന്നായി. കഴിഞ്ഞ ദിവസം അബിൻ വർക്കിയും VS ജോയിയും നടത്തിയ പ്രതിഷേധ രംഗങ്ങൾ ഒന്ന് കാണാം. തിരിച്ചടിക്കും ഞങ്ങൾ. ഈ നുഹ്മാൻ ഇനി കാക്കി യൂണിഫോം ഇട്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ കൈയും കാലും ഞങ്ങൾ തല്ലിയൊടിക്കുന്ന. അതുകൊണ്ട് നിയമപരമായി ഈ വിഷയത്തിനകത്ത് നടപടി ഉണ്ടാവണം. അത് കേവലം വകുപ്പ് തല നടപടി പോരാ, അത് കേവലം ട്രാൻസ്ഫർ പോരാ. KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഈ ന്യൂമാൻ ഉൾപ്പെടെയുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SI ന്യൂമാൻ, അതോടൊപ്പം തന്നെ CPOമാരായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ, ശ്രീ സന്ദീപ്, ശ്രീ സജീവൻ, ഇവര് 4 പേരും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല. കാക്കി യൂണിഫോം അഴിച്ചു മേടിക്കണം, അവരെ പിരിച്ചുവിടണം. സുജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന് മാന്യമായ നഷ്ടപരിഹാരം, നികത്താൻ കഴിയാത്ത നഷ്ടമാണ്, കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് കയ്യാമം വെച്ച് കാൽത്തുറങ്കിൽ അവരെ അടയ്ക്കണം. അത് നിയമപരമായി നിങ്ങൾ നിവർത്തിക്കണം. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഗാന്ധി ശിഷ്യന്മാരാണ് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം സഹിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അണമുട്ടിയാൽ ചേരയും കടിക്കും. ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിലാണ്. തിരിച്ചടിക്കും ഞങ്ങൾ. ഈ നുഹ്മാൻ ഇനി കാക്കി യൂണിഫോം ഇട്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കാലുകുത്തിക്കഴിഞ്ഞാൽ കൈയും കാലും ഞങ്ങൾ തല്ലിയൊടിക്കുന്ന. അതുകൊണ്ട് നിയമപരമായി ഈ വിഷയത്തിനകത്ത് നടപടി ഉണ്ടാവണം. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ മർദ്ദിച്ചിരിക്കുന്നത്. അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ശാന്തിക്കാരനായ ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരനായ പൊതുപ്രവർത്തകൻ ന്യായമായ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ അവനെ ക്രൂരമായി തല്ലിച്ചടക്കുന്ന പോലീസ്, കേരളത്തിലെ പോലീസിന് ചെയ്യുന്നത് എന്താ? കൊടിസുനി 52 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ ആട്ടുകെട്ടിലിട്ട് താരോലിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിച്ച് ചിന്തിയ ഗോവിന്ദച്ചാമിയെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന, എണ്ണത്തോണിയിലിട്ടവനെ കുളിപ്പിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇന്ന് കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിരിക്കുന്നു. 1-ാം തരം കള്ളനാണ്, കാട്ടുകള്ളനാണ് ഇന്ന് പോലീസ് വകുപ്പിന്റെ അമരത്തിരിക്കുന്നത്. ഒരു കള്ളൻ പറഞ്ഞാൽ, ഒരു കള്ളൻ കൽപ്പിച്ചാൽ ഒരു പോലീസും കേൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ സിസ്റ്റം ശരിയാവണമെങ്കിൽ ആദ്യം ആഭ്യന്തര മന്ത്രിയെ തന്നെ മാറ്റണം. കേരള പോലീസ് ക്രെഡിബിലിറ്റിയുള്ള പോലീസ് ആയിരുന്നു. പൊളൈറ്റ്നസ്, ഒബീഡിയൻസ്, ലോയൽറ്റി, ഇന്റലിജൻസ്, കറേജിയസ്, എഫിഷ്യൻസി, 5-6 മഹത്തായ മാനവിക പദങ്ങളിൽ നിന്നാണ് പോലീസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ മഹത്തായ മാനവിക പദങ്ങളെ മാനഭംഗം ചെയ്യുന്ന പോലീസാണ് ഇന്ന് കേരളത്തിലെ പോലീസ്. ഈ പോലീസിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ജനമൈത്രി നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇന്ന് ജനമൈത്രി അല്ല, ജനമർദ്ദക പോലീസായി നിങ്ങൾ മാറിയിരിക്കുന്നു. മാന്യമായി സമരം ചെയ്തപ്പോ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പരിക്ക് പറ്റി ഇവിടെ കഴിയുകയാണ്, പ്രവർത്തകർ കടിയേൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ശൈലി നിങ്ങൾ മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ അതിശക്തമായി ഒരടിക്ക് 1000 അടിയായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് മാത്രം സൂചിപ്പിച്ചിട്ട്
അബിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനം അതുവരെ ഈ നിയമ പോരാട്ടം ഉണ്ടാവും. പിന്നെ കാക്കി അഴിച്ചു വെച്ച നുഹ്മോനും ശരിയാണ്, ഇവിടുത്തെ സാധാരണക്കാരനും ശരിയാണ്. ആ നുഹ്മോൻ ഈ വഴിക്കടെ പോകുമ്പോ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെകിട്ടിന്റെ അടിച്ചാൽ പ്രിയപ്പെട്ട പോലീസുകാരോ 353 വകുപ്പ് നിലനിൽക്കില്ല എന്നത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അത് നുഹ്മോനെ മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോ പോലീസുകാരോടുവാ. കാക്കി അഴിച്ചു വെച്ച പിന്നെ സാധാരണക്കാരനാണ്. കാക്കി അഴിച്ചു വെച്ച് ഈ തെരുവിലേക്ക് ഇറങ്ങിയാൽ സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനെ അടിച്ചാൽ പോലീസിനെ കൈയേറ്റം ചെയ്തു എന്നുള്ള കേസില്ല. അതുകൊണ്ട് നുഹ്മാൻ മാത്രമല്ല, 4 വേറെ പോലീസുകാരുണ്ട്. 2 പേർ CPM-ന്റെ അസോസിയേഷൻ ആളുകളാണ്. ഇവരോടൊക്കെ ഒന്നായി പറയാൻ ആഗ്രഹിക്കുക, ഈ പിണറായി വിജയൻ എത്ര കാലമുണ്ടോ നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ? കൂടി വന്നാൽ 3-4 മാസം. എന്നിട്ട് ഈ പിണറായി വിജയൻ തന്നെ ജയിലിലേക്ക് പോകാൻ പോകുകയാണ്. പിന്നെയാണ് പിണറായി വിജയന്റെ വാലാട്ടുന്ന കുറെ പോലീസുകാർ. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിശക്തമായ സമരം നടത്തും. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും DCC പ്രസിഡന്റും ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കി, നുഹ്മാൻ കാക്കിയിട്ട് മലപ്പുറത്തിന്റെ തെരുവിൽ ഇറങ്ങിയാൽ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നുള്ള കൃത്യമായ പ്രസ്താവന DC പ്രസിഡന്റ് നടത്തി. അത് ചെയ്യാൻ മടിയില്ലാത്തവരാ നമ്മൾ. പക്ഷേ അത് ചെയ്യാത്തത് ഈ നാട്ടിന്റെ ജനാധിപത്യം, ഈ നാട്ടിലെ ഭരണഘടന അത് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം. ഞാനും നിങ്ങളും പേരുന്ന ഈ പ്രത്യയശാസ്ത്രവും ഈ പാർട്ടിയും ഈ നാട്ടിൽ ജനാധിപത്യവും ഭരണഘടനയും ഈ നിയമം ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ നിയമം കയ്യിലെടുക്കാത്തത്. പക്ഷേ ബ്രിട്ടീഷുകാരനും ഇങ്ങനെ തന്നെയായിരുന്നു. ആ നിയമം ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രം ചുറ്റിക്കളിക്കുന്ന CPM-ന്റെ വാലാട്ടികളായ പോലീസുകാരോടും ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം, ഈ സൂചനാ സമരം, ഇത് സൂചനാ സമരമാണ്. നമ്മളിന്ന് വേറെ വിഷയങ്ങൾക്കൊന്നുമല്ല വന്ന്, നമ്മളിന്ന് ഇവിടെ വന്ന ഒരു പ്രതിഷേധം നടക്കണം. ആ വീട്ടുകാരുൾപ്പെടെയുള്ളവരെ കാര്യമറിയിക്കണം, ഈ നാട്ടുകാരെ കാര്യമറിയിക്കണം. കാരണം ഇവിടെ നിന്ന് രാവിലെ കാക്കിയിട്ട് പോകുന്നവൻ സ്റ്റേഷനിൽ ചെന്ന് പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുകയാണെന്നുള്ള സത്യം വെളിവാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ പ്രിയപ്പെട്ട പോലീസുകാരാ, ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.